السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ച റബ്ബ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ ദിനവും ഓരോ ഹദീസും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിക്കുന്ന അറിവുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ മുഖം അതുവരെ കാണാത്ത രൂപത്തിൽ വളരെ സന്തോഷത്തിലും പ്രസന്നതയിലും വല്ലാതെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന പ്രവാചകനെ ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ, എന്തേ നബിയെ വല്ലാത്ത സന്തോഷത്തിലിരിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ തൽഹ, ഞാൻ എന്തിന് സന്തോഷിക്കാതിരിക്കണം? അല്പം മുമ്പാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്ന് മടങ്ങിപ്പോയത്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വ തആല യുബശ്ശിറുക അൻ ലൈസ അഹദൻ മിൻ അഹ്ലി ദീനി യുസല്ലി അലൈക സ്വലാത്തൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ മുന്നിൽ നിന്ന് ജിബ്രീൽ ഇപ്പോഴാ വന്ന് മടങ്ങിപ്പോയത്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയ്ക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവും അവന്റെ മലക്കുകളും അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് പറയുകയാണെങ്കിൽ അവന്റെ മേൽ അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് പറയുമെന്ന സന്തോഷ വാർത്ത എന്നോടിപ്പോൾ പറഞ്ഞിട്ട് ജിബ്രീൽ പോയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ സന്തോഷവാനായിരിക്കുന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുക. നമ്മൾ വ്യാഴാഴ്ച ദിവസത്തിലേക്ക് കടന്നു. വെള്ളിയാഴ്ച രാവുകളിൽ സ്വലാത്ത് പറയുന്നതിന് വല്ലാത്ത മഹത്വമുണ്ട്. നാളത്തെ ദിവസം സ്വലാത്തൊക്കെ പറയുക വല്ലാത്ത മഹത്വമുള്ള കാര്യങ്ങളാണ്. വെള്ളിയാഴ്ച രാവുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ സ്വലാത്തുകൾ പറയുന്നതിന്റെ പ്രതിഫലങ്ങൾ, അതിനെക്കുറിച്ച് അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹഖ്ഖുൻ ലിമൻ സല്ലല്ലാഹു അലൈഹി അല്ലാ യുഅസിബഹു ഫിന്നാർ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് അള്ളാഹുവിന്റെ സ്വലാത്ത് ലഭിച്ചാൽ അവനെ നരകം കൊണ്ട് ശിക്ഷിക്കാതിരിക്കൽ അള്ളാഹുവിന്റെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ മേൽ സ്വലാത്ത് പറയുന്നവന്റെ മേൽ അള്ളാഹും അവന്റെ മലക്കുകളും സ്വലാത്ത് പറയും. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യന് നരകത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വലാത്ത്, പുണ്യ നബി ഇല്ലാതെ നമുക്കൊരു രക്ഷയില്ല. ആ പ്രവാചകന്റെ ശഫാഅത്താണ് നമുക്ക് വേണ്ടത്. ആ പ്രവാചകന്റെ ശഫാഅത്തില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ കൂടെ പള്ളിയിലിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അബൂബക്കറെ, അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുത്താനുള്ള കാരണം അദ്ദേഹം എന്റെ മേൽ വല്ലാതെ സ്വലാത്ത് പറയുന്നു, എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രാവിലെയും വൈകുന്നേരവും എന്റെ മേൽ ഒരാൾ 10 സ്വലാത്ത് ചൊല്ലിയാൽ അന്ത്യനാളിലെ വലിയ പേടിയിൽ നിന്ന് അള്ളാഹു അവന് നിർഭയത്വം നൽകുമെന്ന് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, പ്രവാചകന്റെ മേൽ ഒരു ദിവസം 10 സ്വലാത്ത് രാവിലെയും വൈകുന്നേര സമയത്തും ഏതെങ്കിലും ഒരു മനുഷ്യന് പറയുകയാണെങ്കിൽ, മൻ സ്വല്ല അലാ അശറ ഇദാ അസ്ബഹ വ അശറ ഇദാ അംസി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നാളെ ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ ശിക്ഷകളെ തൊട്ട്, അവിടുത്തെ ഭയാനകതയിൽ നിന്ന് അള്ളാഹു അവന് മോചനം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു ഹദീസ് കാണാം. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുകയാണെങ്കിൽ അവിടുന്ന് മഹാനവറുകൾ പറയുന്നു, അവന്റെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് സ്വലാത്ത് പറയുന്നതിലൂടെ അഖ്സിറു സ്വലാത്ത അലാ ഫഇന്ന സ്വലാത്തികും മഗ്ഫിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന്റെ പാപമോചനം, സ്വലാത്തിലൂടെ പാപമോചനം അല്ലാഹു അവന് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മാ മിൻ റജുലിൻ യുസല്ലി അലാ മിഅത്തിൻ ഇല്ലാ ഗഫറ ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ പേരിൽ ആരെങ്കിലും ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കാതിരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 100 സ്വലാത്ത് പറയുന്നവൻ അവൻ അല്ലാഹു പുറത്തു കൊടുക്കാതിരിക്കില്ല, അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രാവുകൾ നല്ല നല്ല ദിനങ്ങൾ ഓരോ ദിവസവും മുടങ്ങാതെ പറയുന്നവരുണ്ട്. അതിലൂടെ ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കുന്നു, ഖൈറും ബറക്കത്തും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു അവർക്ക് കൊടുക്കുന്നു. ആ പ്രവാചകനുമായിട്ടൊരു ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വലാത്ത് പറയുന്നില്ലെങ്കിൽ അവന് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന, അള്ളാഹുവിന്റെ ശാപം അവനുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസിൽ കാണാം, അവൻ ഏറ്റവും വലിയ പിശുക്കനാണ് പ്രവാചകന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഹദീസ് കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ദാഹമില്ലാതിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ സ്വഹാബ? സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, വല്ലാത്ത ആഗ്രഹം. കാരണം അല്ലാഹുവേ, ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളമല്ലാതെ മറ്റൊരു വെള്ളമില്ലാത്ത ദിവസം, വേറെ ഒരു വഴിയുമില്ലാത്ത ദിവസം, ജനങ്ങൾ ദാഹിച്ച് വിലപിക്കുന്ന ദിവസം, ആ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാഹമില്ലാതിരിക്കണോ സഹാബ? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അതിനെന്താണ് ചെയ്യേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅഖ്സിറു സ്വലാത്ത്, നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക, എന്റെ മേലുള്ള സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കുക. അതിലൂടെ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ദാഹമില്ലാതെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വലാത്ത് മുറുകെ പിടിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുകളിൽ അധികമായി സ്വലാത്ത് പറ. അന്ന് മുത്തുനബിയുടെ റൗളയിലേക്ക് നേരിട്ട് സ്വലാത്തുകൾ എത്തുന്ന ദിവസം. അതുകൊണ്ട് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഒരാൾ എന്റെ മേൽ ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലിയാൽ ദുനിയാവിലെ 30 ആവശ്യങ്ങളും ആഖിറത്തിലെ 70 ആവശ്യങ്ങളും അല്ലാഹു അവന് നിറവേറ്റി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 100 സ്വലാത്ത് പറയുന്നവൻ അവന് മഗ്ഫിറത്തുണ്ടെന്ന, പാപമോചനമുണ്ടെന്ന, അതുപോലെ അവന് 100 സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ദുനിയാവിലെ 30 ആവശ്യങ്ങൾ ആഖിറത്തിലെ 70 ആവശ്യങ്ങൾ അല്ലാഹു അവന് നിറവേറ്റി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ കരുണയും അള്ളാഹുവിന്റെ ദയയും അള്ളാഹുവിന്റെ കാവലും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകണമെങ്കിൽ മുത്തുനബിയുടെ മേൽ നിങ്ങൾ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഇതുപോലെയുള്ള രാവുകളിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി, പടച്ച റബ്ബിനോട് പ്രത്യേകമായി ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകാൻ ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം പിടിച്ച് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക പ്രയാസങ്ങളിൽ കഴിയുന്നവർക്ക് അള്ളാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചൊരു ചെറുപ്പക്കാരൻ തന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് വരാൻ സമയമായി. കരുണക്കടലായ പടച്ചുറബ് അള്ളാഹു മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആ ചെറുപ്പക്കാരന് ആഫിയത്തും ദീർഘായുസ്സും ഷിഫാവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. ഈ രാവിലെ ഒരുപാട് സ്വലാത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവുകളിൽ അധികമായി സ്വലാത്തുകൾ പറയണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.